നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടോ ഈ രാത്രിയില് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഭവാനിയമ്മേ. അത് ഫോൺ വിളിച്ച് പറഞ്ഞാ പോരെ? പോരാ, പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാ നേരിട്ട് വന്നത്. ഞാൻ ആ രാധ താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചു. വീട് മാത്രമല്ല, രാധയും കണ്ടു അവിടെ. ആണോ? സത്യമാണോ വേലയാ നീ പറയുന്നത്? വെറുതെ കള്ളം പറയരുത്. ഇങ്ങനൊരു കാര്യം ഞാൻ ഇവിടെ വന്ന് വെറുതെ പറയൂ ഭവാനിയമ്മേ. നമ്മുടെ കൈമളില്ലേ, അയാളെടുത്ത് പണയം വെക്കാനും പലിശയ്ക്ക് പണം കടം വാങ്ങാനും വരുന്നവര് 5-8 കിലോമീറ്ററിനകത്ത് താമസിക്കുന്നവരാ. ആ കണക്ക് വെച്ച് ഞാൻ ഓരോ വീടും ചുമ്മാ നിരീക്ഷിച്ചു. അത് ബുദ്ധിയായിപ്പോയി. എന്നിട്ട് എവിടെ വെച്ച് അവളെ കണ്ടത്? മതിലും ഗേറ്റും ഒക്കെ ഉള്ള വീടാ. ചുറ്റിനും ചെടിയെല്ലാം വളർന്നു കിടപ്പുണ്ട്. മാറി ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു വീടാ. ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലമാ. അത് സത്യം. മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് നിന്നാലല്ലേ അവൾക്ക് ജീവിക്കാൻ പറ്റൂ. അല്ല, നിനക്കവളെ കൈയോടെ തൂക്കിയെടുത്തോണ്ട് പോരാൻ വയ്യായിരുന്നോ? ക്ലോറോഫോം വാങ്ങിച്ച് കയ്യിൽ വെക്കാൻ പറഞ്ഞിരുന്നല്ലേ? ഒന്ന് മണപ്പിച്ചാലോ സ്പ്രേ ചെയ്താലോ പിന്നെ മണിക്കൂർ എത്ര കഴിയണം ബോധം വീഴാൻ? അത് സംഗതി സത്യമാ. പക്ഷേ രാധ അവിടെ തനിച്ചല്ല താമസം. അവളുടെ കൂടെ ഒരു കൊച്ചു ചെറുക്കനും കൂടിയുണ്ട്, നല്ലൊരു ആൺകുട്ടി. രാധയുടെ കൂടെ ഒരു ആൺകുട്ടിയോ? അതെ, കുറച്ച് പ്രായമുള്ള വേറൊരുത്തനും കൂടി ഉണ്ടായിരുന്നു. അവൻ എന്നെ പിടിച്ചു. പിന്നെ ഒരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടത്. കൊച്ചു പയ്യനെന്നൊക്കെ പറഞ്ഞ അവളുടെ മകനാണോ അത്? രാധയുടെ കല്യാണം കഴിഞ്ഞോ? അപ്പോ ചെറുക്കന് 7 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ രാധയുടെ മകനൊന്നും ആവില്ലെന്നാ തോന്നുന്നത്. 3 പെൺപിള്ളേരും കൂടെ നാട് വിട്ടു പോയിട്ട് 7 വർഷമല്ലേ ആയുള്ളൂ. ആ ചെറുക്കനും ഏതാണ്ട് ആ പ്രായമായിട്ടാ എനിക്ക് തോന്നിയത്. 7-8 വർഷം. പേര് പോലും ഞങ്ങൾ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക. കോട്ടയ്ക്കൽ മേഘനാഥന്റെ മകൻ, കോട്ടയ്ക്കൽ കാശിനാഥൻ. അതേ പ്രായമുള്ള ചെറുക്കൻ ആൺകുട്ടി. എന്റെ ഭഗവാനെ, വിലയാ ആ ചെക്കൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? ആരാ ഭവാനിയമ്മേ? 7-8 വർഷം മുൻപ് സുഭദ്ര ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചത് താൻ മറന്നോ? ഓ, ആ കുട്ടിയാവും താൻ കണ്ടത്. കോട്ടയ്ക്കൽ മേഘനാഥന്റെ സ്വന്തം കുഞ്ഞ്, കോട്ടയ്ക്കൽ കാശിനാഥൻ. നമ്മളത് എന്താ വിലയാ ഓർക്കാഞ്ഞത്? അങ്ങനെയെങ്കിൽ അത് ഭവാനിയമ്മയുടെ പേരക്കുട്ടിയല്ലേ, ഈ തറവാടിന്റെ അവകാശി? ശരിയാ, മേഘന്റെ കുഞ്ഞാ അത്. പക്ഷേ അവൻ ജന്മമെടുത്തത് നമ്മുടെ ആജന്മ ശത്രുവിന്റെ ഗർഭപാത്രത്തിലാ. വളരുന്നത് ശത്രുപാളയത്തിലും. അവന്റെ കൂറ് ശത്രുക്കളോട് തന്നെ ആയിരിക്കും തീർച്ച. ഇക്കാര്യത്തിൽ ഇനി കരുതലോടെ വേണം നമ്മൾ നീങ്ങാൻ. വികാരത്തേക്കാൾ വിവേകത്തോടെ വേണം കരുക്കൾ നീക്കാൻ. അതെ, ഇനി കാശിനാഥനും നമ്മുടെ ശത്രു തന്നെയാ. രാധ മകനെപ്പോലെ അവനെ വളർത്തുന്നതിന്റെ അർത്ഥം നാളെ നമ്മുടെയൊക്കെ തല കൊയ്യേണ്ട ഉടവാള് പിടിക്കാൻ പോകുന്ന കൈകൾ ആ ചെക്കൻ്റെത് തന്നെയാണെന്നാ. പക്ഷേ മേഘൻ സാറിന് സ്വന്തം മകനാണെന്നറിഞ്ഞാൽ അടുപ്പമല്ലേ വരൂ? ഉറപ്പാ. രാധയുടെ കൂടെ അവൻ കൂടി ഉണ്ടെന്നറിഞ്ഞാൽ മേഘന്റെ വാശി ഇരട്ടിക്കും. വർദ്ധിത വീര്യത്തോടെ അവൻ അവളിലേക്ക് അടുക്കും. അത് പാടില്ല. എന്ത് വില കൊടുത്തും നമുക്കത് തടയണം. തടഞ്ഞേ പറ്റൂ. പക്ഷെ അതെങ്ങനെ? രാധയെ മാത്രമല്ല, അവനെയും കൊല്ലണം നമുക്ക്. മേഘന്റെ രക്തത്തിൽ പിറന്ന ആ അണലി സന്തതിയെ തന്നെ. ഇതാരോടാ സംസാരിക്കുന്നത്? പൊന്നുമോൻ ഇവിടെ ഉറക്കം എഴുന്നേറ്റ് വരുന്നതേ ഉള്ളോ? എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ ജോലിക്ക് പോയല്ലോ. ഇല്ലല്ലോ, ആരും പോയില്ല. ഞാൻ കണ്ടില്ലല്ലോ ആരും പോകുന്നത്. ഉച്ചയില് വെയിലടിക്കുന്നവരെ കിടന്ന് ഉറങ്ങിയല്ലേ? ഇതൊക്കെ എങ്ങനെയാ കാണുക? അമ്മ ഉണ്ടോ ജോലിക്ക് പോകുന്നത്? കാണാതെ പിന്നെ വെറുതെ പറഞ്ഞതാണോ? ആരൊക്കെയാ ജോലിക്ക് പോയത്? പറ, കേക്കട്ടെ ഞാൻ. അത് പിന്നെ
ആ കിളികൾ എഴുന്നേറ്റ് പറന്ന് വയലിലേക്ക് പോയി. അണ്ണാറക്കണ്ണാന്മാര് ഓടി തോട്ടത്തിലേക്ക് പോയി. കൊറ്റികള് തോട്ടിൻകരയിലേക്ക് പോയി. പിന്നെ ഉറുമ്പുകളും തേനീച്ചയും മരംകുത്തിയും ഒക്കെ ഡ്യൂട്ടിക്ക് പോയി. അച്ചൂട്ട് മാത്രം ഇവിടെ ഉറക്കം തൂങ്ങിയിരിക്കുക. കുട്ടിയായതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഡ്യൂട്ടി ഒന്നുമില്ലല്ലോ, അതല്ലേ? വലുതായി ജോലി കിട്ടുമ്പോ ഞാനും ഡ്യൂട്ടിക്ക് പോകുന്ന ഉറപ്പാ. ആഹാ, കുട്ടികൾക്ക് ഡ്യൂട്ടി ഇല്ലെന്ന് ആരാ പറഞ്ഞ? ഉണ്ടോ? ആ പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, പല്ല് തേക്കണം, കുളിക്കണം, യൂണിഫോം ധരിക്കണം, പുസ്തകം എടുക്കണം, സ്കൂളിൽ പോണം, പഠിക്കണം. അങ്ങനെ എന്തെല്ലാം ചെയ്യണമെന്ന് അറിയാമോ? സത്യം പറഞ്ഞ കുട്ടികൾക്ക് ഡ്യൂട്ടി കൂടുതല്. അതൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ. ഞാനിവിടെ ചുമ്മാ അമ്മയുടെ അടുത്ത് ഇരുന്നോളാം. അമ്പട മടിയാ, നീ ആള് കൊള്ളാലോ. വാ വാ, എണീറ്റ്, സ്കൂളിൽ പോ സമയായി. വാ. അയ്യോ അച്ചൂട്ടാ, ഇതെന്താ ചോരയാണല്ലോ? ഈശ്വര, ഇതെങ്ങനെയാ അച്ചൂട്ട പറ്റിയത്? എനിക്കറിയില്ല, ഇത് തനിയെ വന്നതാ. ഈശ്വര, മൂക്കിന്ന് ചോര തനിയെ വരാനോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? നീ കിടന്ന് വെപ്രാളം പിടിക്കാതെ മോളെ. മൂക്കിനകത്ത് തൊലിയോ മറ്റോ ഇളകിയതാവും, അതാ ഇങ്ങനെ വരുന്നേ. അച്ചു, മോനെ നീ നഖം വെച്ച് മാന്തോ മറ്റോ ചെയ്തോ മൂക്കിനകത്ത്? ഇല്ലെന്നേ, ഒന്നും ചെയ്തില്ല. പക്ഷേ എന്താ, എന്തു പറ്റി? സ്കൂളില് വാഷ്റൂമിൽ പോയപ്പോ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ചോര വന്നിരുന്നു. അയ്യോ, എന്നിട്ട് നീ എന്താ മോനെ അത് പറയാത്തത്? കൊഴപ്പൊന്നുമില്ലായിരുന്നു, കഴുകിയപ്പോ അതപ്പത്തന്നെ പോയായിരുന്നു. ഈശ്വര, ഇനി എന്താ സീതമ്മേ നമ്മൾ ചെയ്യാ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. വൈകിട്ട് ആ നകുലൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം നമുക്ക്. രോഗിയെ നോക്കി അപ്പ പറയും അസുഖം എന്താണെന്ന്. നകുലൻ ഡോക്ടർ മിടുക്കനാ. മോൻ പോയി റെഡിയാക്, അപ്പോഴേക്കും അമ്മ ബാഗ് റെഡിയാക്കട്ടെ. അഞ്ജലി, നീ ഇങ്ങനെ വിഷമിച്ചാലോ? അച്ഛന് ഒന്നും ഉണ്ടാവില്ലെന്നേ, ധൈര്യമായിട്ടിരിക്കുക. ഇതിപ്പോഴത്തെ ചൂടിന്റെയാ. ആപത്തുകള് കൂട്ടത്തോടെയാണല്ലോ വരുന്നത്. ഇന്നലെ രാത്രി ആ വേലയൻ, ഇന്നിപ്പോ മൂക്കിന്ന് ചോര. ഇനിയും എന്താ വരാൻ പോകുന്നെന്ന് അറിയില്ലല്ലോ എന്റെ ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.